നമസ്കാരം. അപ്പം സ്ട്രേറ്റ് ഫ്രം ക്യൂബിലേക്ക് സ്വാഗതം. 2025 ആദ്യം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. സോ ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന കുറച്ച് റീസെന്റ് വന്നിട്ടുള്ള കുറച്ച് മൂവി അപ്ഡേറ്റും കുറച്ച് സിനിമാ രംഗത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഹണി റോസിന്റെ കാര്യങ്ങളൊന്നും അല്ല, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ കുറച്ച് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഫസ്റ്റ് അപ്ഡേറ്റ് അഭിമാനമായിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പം 2024 വളരെ അഭിമാനത്തോടു കൂടി മലയാളികൾ ഇറക്കിയ മലയാളികളുടെ സ്വന്തം പടമാണ്, ഇന്ത്യയുടെ തന്നെ പറയാം, ആടുജീവിതം. ബ്ലസി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി, ഇൻസ്പയർഡ് ഫ്രം എ ട്രൂ സ്റ്റോറി. അതെ, വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് ആ ഫിലിമിന്റെ പുറകിൽ. ആ ഒരു പടം റിലീസായി കഴിഞ്ഞിട്ടും അതിന് കിട്ടിയ അക്സെപ്റ്റൻസ് വലുതായിരുന്നു. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ല. ഈവൻ ദോ കൊമേഴ്ഷ്യൽ സിനിമ വരെ ഒരു 100 കോടി നേടാൻ കഷ്ടപ്പെടുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു കണ്ടന്റ് ഓറിയന്റഡ് പടം, കണ്ടന്റ് ഓറിയന്റഡ് എന്ന് പറയുന്നത് ഒരു ബയോപിക്, തീർച്ചയായും ആ ഒരു സാധനം 100-150 കോടി റേഞ്ച് ഭാഗത്തേക്ക് കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ്. തീർച്ചയായും ബുക്ക് മൈ ഷോയിലൊക്കെ ഇരച്ച് കയറിയത് ആ പടം, കിട്ടില്ല പടം. സോ അത് ഓസ്കാർ നോമിനേഷന്റെ പ്രാഥമിക റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. സോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റൊരു ഗൈഡ് കൊടുക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓസ്കാറിന് നമ്മുടെ മറ്റൊരു പടം കൂടെ സെലക്ട് ആയിട്ടുണ്ട്. നമ്മുടെ സെലക്ട് ആയിട്ടുണ്ട് ആൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ള കനി കുസുതിയുടെ പടം, കുറച്ച് ചർച്ചയായ പടമാണ്, അത് സെലക്ട് ആയിട്ടുണ്ട്. സോ അതല്ലാതെ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു പടം കങ്കുവ സെലക്ട് ആയിട്ടുണ്ട്. കങ്കുവ ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കങ്കുവ. കാര്യമില്ല, കാരണം ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ പുറത്ത് പടം കണ്ടിട്ട് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യരുത് എന്ന് പറഞ്ഞ സിനിമയായിരിക്കും കങ്കുവ. പക്ഷെ അങ്ങ് ഒരു പടം ഓസ്കാറിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തിനത് കാശ് കൊടുത്ത് വിട്ട്. ഓസ്കാറിൽ ഒരു പടം അയക്കണമെങ്കിൽ അത്യാവശ്യം പൈസയുടെ ചെലവൊക്കെ വരും. 300-350 കോടി ബഡ്ജറ്റിൽ വന്ന പടം 96 കോടിയിലെങ്ങാണ്ട് ഫിനിഷായി, 100 കോടി അടിച്ചിട്ടില്ല. ആ പടം പിന്നെയും കാശ് മുടക്കി എന്തിനും ഓസ്കാറിന് അയച്ചു എന്നാണ്. ആ പൈസയുടെ കളക്ഷനകത്ത് ഇട്ടായിരുന്നെങ്കിൽ അവർക്ക് ലാഭമില്ലായിരുന്നു. പക്ഷെ അത് സെലക്ട് ആയി. അത് എന്തിന്റെ അണ്ടറിലാണ് സെലക്ട് ആയെന്ന് എനിക്ക് അറിയത്തില്ല. ആർട്ടിന് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. അതും യോഗ്യത ഞാൻ പറഞ്ഞില്ല, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റോ ഇല്ല, ആർട്ട് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെറിയ യോഗ്യത കാണും. കാരണം ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കി വെച്ചപ്പോൾ ജൂറി വിചാരിച്ചു ഇത് എന്തുവാ ഇതെന്ന്. അങ്ങനെ തന്നെ സെലക്ട് ആയിരിക്കും. എന്തായാലും അധികം ട്രോളാനോ കാര്യങ്ങളൊന്നും ഇല്ല. പോയി എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് അഭിമാനം. കിട്ടുന്നേ ഊക്കിട്ടെ സന്തോഷം മാത്രമേ ഉള്ളൂ. സോ അതാണ് ഓസ്കാറിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്. സോ അപ്പൊ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 25 ആശീർവാദ് സിനിമാസിന്റെ 25th ആനിവേഴ്സറി ആണ്. സോ അവർ അതിന്റെ ഭാഗമായിട്ട് 5 സിനിമ അനൗൺസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. സോ അതിനടുത്ത് നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു പടമാണ് സത്യാനന്ദ് ഗാഡ് മൂവി, ലാലേട്ടൻ സത്യാനന്ദ് ഗാഡ് മൂവി ഹൃദയപൂർവ്വം ഈ ഒരു ജനുവരി അവസാനം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട്. അതിൽ ലാലേട്ടൻ ട്രിം ചെയ്ത് വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു ചരിത്രമായിരിക്കും. താടി ട്രിം ചെയ്താണ് ഷേവ് ചെയ്തിട്ടുണ്ട്. ഷേവ് ചെയ്യണം. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 26 റേഞ്ചിൽ തുടരും റിലീസ് ഉണ്ട്. സോ 23 ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, അതുപോലെ തന്നെ ഫെബ്രുവരി 14 13-14 റേഞ്ചിൽ ബസൂക്ക റിലീസ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്കും മെഗാ സ്റ്റാറുകൾക്കും അവർ തന്നെ വില കൊടുക്കുന്നില്ല. ഇവരുടെ പടത്തിന് പോലും ഒരു ഗ്യാപ്പ് ഇല്ലെന്ന് ഇൻഡസ്ട്രി രക്ഷപ്പെടാത്ത. അതുകൊണ്ടാണ് അല്ല ഇപ്പൊ ഗ്യാപ്പ് ഇപ്പം ഗ്യാപ്പ് ഇടാതെ ചെയ്തു വെച്ച പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോണ പടം പ്രോമിസിംഗ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. ഓക്കെ, പക്ഷേ ഡൊമിനിക് എന്തായാലും റിലീസ് മാറ്റിയൊക്കെ ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഗൗതമേന്റെ പടമാണ്, അത് പിന്നെ കിട്ടത്തില്ല. ഇപ്പൊ ഇറങ്ങി ഈ ധ്രുവ നക്ഷത്രം ഇറങ്ങാത്തത് പ്രൊഡ്യൂസേഴ്സിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ ഇഷ്യൂസ് കൊണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ ഗൗതമേനോ പ്രൊഡ്യൂസറായ മറ്റൊരു പടം നരകാസുരൻ പെട്ടി കിടക്കുന്നു, അതും പ്രൊഡ്യൂസറുടെ കുഴപ്പമില്ലേ? അത് പുള്ളിയുടെ കാശിലൊന്നും രണ്ടും വരുന്ന പുള്ളി തന്നെയല്ലേ. പൈസയാണ് വിഷയം. പൈസ കൊണ്ടായിരുന്നെങ്കിൽ അപ്പൊ നയൻതാരയുടെ മറ്റേ വെഡിങ് ഡോക്യുമെന്ററി റിലീസ് ആയതും അതും പൈസയല്ലേ വിഷയം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് റിലീസ് പടങ്ങളാണ്. ഇനി നമുക്ക് കോളിവുഡിലോട്ട് പോകാം. കോളിവുഡിൽ എന്താണ് സംഭവിക്കുന്നത്? കോളിവുഡിൽ സംഭവിക്കുന്നത്, നമുക്ക് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്ന 1 2 3 4 പടങ്ങളുണ്ട്. അതായത് ധനുഷ് സംവിധാനം ചെയ്ത് ഇഡലിക്കടൈ. ഓക്കെ, ധനുഷിന്റെ ഇഡലിക്കടൈ, അജിത്തിന്റെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി, അതിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന
മാർക്ക് ആന്റണിക്ക് ശേഷം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഗുഡ് ബൈ ഡെഗ്രി. മാർക്ക് ആന്റണി കണ്ടിട്ടാണോ എന്നറിയത്തില്ല. മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം അജിത്ത് ഡേറ്റ് കൊടുത്തതാണ്. അതെങ്ങനെ ഫാൻ ബോയ് ആണ് അജിത്തിന്റെ fan boy ആണ്. മാർക്ക് ആന്റണി ആ ഒരു എസ്.ജെ. സൂര്യ എന്ന് പറയുന്ന പുള്ളിയുടെ ക്യാരക്ടർ അതിനകത്തില്ല. അപ്പുറത്തെ ഒന്നും ഇല്ല. അല്ല എസ്.ജെ. സൂര്യ പോലെ അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരാളാണ് അജിത്ത്. അജിത്ത് എന്തുകൊണ്ട് അഴിഞ്ഞാടിക്കൂടോ? അജിത്ത് കഴിഞ്ഞാടിക്കോട്ടെ. അതെ ആടട്ടെ, ആടട്ടെ, സിനിമ അതെ, എല്ലാവരുടെ അവസാന താട്ടമായിരിക്കും. വിജയ് പോയി, ഇപ്പൊ അജിത്ത് റേസിംഗിന് പോകും. സോ ഇനി സൂര്യയുടെ കോട്ടയത്. ഓക്കെ, ഇനി അടുത്തത് വീര ധീര സൂര. അത് Jan 13 റിലീസ് ആവുമെന്നാണ് കിട്ടിയത്. പിന്നെ റെട്രോ സൂര്യയുടെ റെട്രോ May 1 ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് May 1 ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. പിന്നെ തഗ് ലൈഫ് നമ്മുടെ മണിരത്നത്തിന്റെ തഗ് ലൈഫ് June 5. ഓക്കെ, അപ്പൊ ഒരു അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അവസാനത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷിന്റെ ടോക്സിക്കിന്റെ KGF 2 ശേഷം യാഷിന്റെ ട്രെയിലറാണ്, ടീസറാണ്, ബർത്ത്ഡേ വിഷ് കണക്കൊരു ഗ്ലിംസ്, ഒരു ചെറിയൊരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ടോക്സിക് ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. ഗീതു മോഹൻദാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ലാസ്റ്റ് പുള്ളിക്കാരി ലാസ്റ്റ് പടം മൂത്തോനാണ്, നിവിൻ പോളിയുടെ മൂത്തോനാണ്. നിവിൻ പോളി ഒരു വഴിക്കാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അത്യാവശ്യം നല്ല പടമാണ്. തിരിച്ചു വരാത്ത നിവിൻ പോളിയുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് നിവിൻ പോളിയുടെ കരിയർ ഡൗൺ ആയത്. സോ അതിന് ഗീതു മോഹൻദാസിനെ പറ്റി പറഞ്ഞല്ലോ, കിട്ടുന്ന പടമാണ്. ബട്ട് അതിനുശേഷം കുറച്ച് ഫെമിനിസം പരിപാടിയൊക്കെ പിടിച്ച് മറ്റേ WCC ഒക്കെ പോയി പറതല കൊണ്ടിരുന്ന് സേറ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചിട്ട് ഈ ടോക്സിക്കിന്റെ ആ ഒരു സാധനം നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ കണ്ടിട്ട് പോയി കാണാം. ലിങ്ക് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തേക്കും, പോയി നോക്കിയാ. ടോക്സിക് അത്യാവശ്യം നല്ല രീതിയിൽ ടോക്സിക് ആണ്. ഈ ഗീതു മോഹൻദാസിന് ലേഡീസിനെ ഒബ്ജക്റ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന പരിപാടി, സ്ത്രീയെ ഒബ്ജക്റ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്നതിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഗീതു മോഹൻദാസ്. നമ്മുടെ കസബയ്ക്കകത്ത് മമ്മൂട്ടി കാണിച്ചതിന് പുള്ളിക്കാരി പാർവതി മറ്റേ രമ്യ നമ്പീശനോ എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഈ സാധനം ഇന്ന് റിലീസ് ആയിരിക്കുന്നു. എവിടെ WCC? പറയണം, പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ വോയിസ്, ഈ ഒരു സാധനം വന്നതിന് ശേഷം WCC ആരുടെയെങ്കിലും വോയിസ് കേട്ടേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഇതിന് മാത്രം ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് അതേ തെറ്റിദ്ധാരണ വേറെ ആരും പ്രതികരിച്ചില്ലെങ്കിൽ പാർവതി പ്രതികരിക്കണം തീർച്ചയായിട്ടും. കാരണം അമ്മ എന്ന സംഘടനയെ എം കുത്ത് എന്നൊക്കെ പറഞ്ഞ് ആ സംഘടനയെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉയർന്ന ചിന്താഗതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് കുറച്ചുകൂടി കൺവേ ആവണമെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതിനും കൂടെ ടോക്സിക് എന്ന ടൈറ്റിൽ ഇട്ട് അവിടെ പുരാതന മറ്റേ പുണ്യപ്രവർത്തിയൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാം, അത് ഡിമാൻഡ് ചെയ്ത് എന്താണെന്ന് അറിയാം. ഒരു ഗീതു മോഹൻദാസിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു പടം എടുക്കുന്ന എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. സോ എന്തായാലും യാഷിനെ കൊണ്ട് പുണ്യപ്രവർത്തി ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ചെയ്ത് വെച്ചിട്ടുണ്ടോ കണ്ടു സാധനം. സോ അതിന്റെ ബാക്കി അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. WCC അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ടോക്സിക്കിന്റെ അല്ല, ഇനി WCC അപ്ഡേറ്റ് ആയിരിക്കും കത്തുന്നത്. സോ പാർവതി വെയിറ്റിംഗ്. സോ അതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ. ഓക്കെ, നമസ്കാരം.